മാറുമോ? നിന്നകൾ മാറി നല്ല ദീനം എന്ന് കാണുന്നു. നിന്നകൾ മാറി നല്ല ദീനം എന്ന് കാണുന്നു. പാരം പ്രയാസങ്ങളേറിടുമ്പോൾ നിന്റെ പൊന്മുഖം, ഭാരം പ്രയാസങ്ങളേറിടുമ്പോൾ നിന്റെ പൊന്മുഖം തേടി സഹായം തേടുമേ ഞാൻ പൊന്നു നാഥനെ. തേടി സഹായം നേടുമേ ഞാൻ പൊന്നു നാഥനെ. കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ? നിന്ദകൾ മാറി നല്ല ദീനം എന്ന് കാണുന്നു. നിന്ദകൾ മാറി നല്ല ദീനം എന്ന് കാണുന്നു. പൊൻകരം നീട്ടി താങ്ങേണമേ യേശു നായക. പൊൻകരം നീട്ടി താങ്ങേണമേ യേശു നായക. നിൻ തിരുമാർ ചായുവോളും ഈ നിന്ദാസരി. നിൻ തിരുമാർവിൽ ചായുവോളും ഈ നിന്ദാസരി. കണ്ണുനീർ മാറി വേദനകൾ എന്നു മാറുമോ? നിന്ദകൾ മാറി നല്ല ദീനം എന്ന് കാണുന്നു. നിന്ദകൾ മാറി നല്ല ദീനം എന്ന് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ധന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഈ ദേശവാസികൾക്ക്, ഫോറസ്റ്റ് അധികാരികൾക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 78 വർഷങ്ങൾ തികഞ്ഞിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നമ്മുടെ ഇന്ത്യ മുഴുവനും സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ആമേൻ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിലും സ്വാതന്ത്ര്യം തന്ന ഒരു കർത്താവിനെ, സ്വാതന്ത്ര്യം തന്ന നമ്മുടെ മഹാന്മാരെ ഒരിക്കൽ കൂടി ഓർക്കുവാൻ ഈ സമയം ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ബൈബിളിൽ ഇങ്ങനൊരു വാക്യം എഴുതിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം പഠിക്കുമ്പോൾ കാണാൻ കഴിയും, പുത്രൻ നിങ്ങളെ സ്വാതന്ത്ര്യമാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ തന്നെ. ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ ആമേൻ സ്തോത്രം കുറിച്ചിങ്ങനെ പറയുന്നു, പുത്രൻ നിങ്ങളെ സ്വാതന്ത്ര്യമാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ. ജീവിതത്തിൽ എല്ലാത്തിനും നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറയാം. വീട്ടിലൊരു മോനോട് ചോദിച്ചാൽ പറയും, എനിക്ക് വേണ്ട സ്വാതന്ത്ര്യം എൻ്റെ ഭവനത്തിലില്ല. ഒരു ഭാര്യയോട് ചോദിച്ചാൽ പറയും, എനിക്ക് വേണ്ട സ്വാതന്ത്ര്യം എൻ്റെ ഭവനത്തിലില്ല. പിതാവിനോട് ചോദിച്ചാൽ പറയും, സ്വാതന്ത്ര്യം എനിക്കില്ല. ആമേൻ. ജീവിതത്തിൽ പറയട്ടെ, നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും പലതിനും സ്വാതന്ത്ര്യമില്ലാതിരിക്കുമ്പോൾ ആമേൻ അനേക വിഷയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം സ്വാതന്ത്ര്യം നിന്ന കർത്താവിന് വേണ്ടി ഒരിക്കൽ കൂടി ഉയർത്തി കാണിക്കുവാൻ ദൈവം നൽകിയ അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ജീവിതത്തിൽ വിളിച്ചു പറയട്ടെ, അനേകടുത്ത് ഈ സന്ദേശമായി കടന്നുപോയപ്പോൾ പലരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മദ്യപാനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്ന് പറയുന്നത് കേൾക്കുവാൻ ഞങ്ങളുടെ പലതും ഞാൻ ചെയ്തു, പലതും ഞാൻ ശ്രമിച്ചു. പക്ഷെ ഈ മദ്യപാനത്തിൽ നിന്ന്, ഈ തകർച്ചയിൽ നിന്ന് എനിക്കൊരു സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല എന്ന് ആമെ കേൾക്കുന്ന വാർത്തകൾ ഞങ്ങൾക്ക് അനുഭവസ്ഥരാണ്.
അനേകർ പറയുന്നുണ്ട്, ഈ കടഭാരത്തിൽ നിന്ന് എനിക്കൊരു സ്വാതന്ത്ര്യം പ്രാപിക്കണം. ജീവിതത്തിലെല്ലാം ഉണ്ടെങ്കിലും കടഭാരം എന്ന വിഷയത്തിൽ സ്വാതന്ത്ര്യമില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങൾ. ചിലർ പറയാറുണ്ട്, ഞങ്ങൾക്ക് ഈ കടഭാരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണം. പലവിധ വിഷയങ്ങളിലല്ല നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മളോട് ചോദിച്ചാൽ നെഞ്ചത്തെ കൈവച്ച് വിളിച്ചു പറയും, ഇന്നും എനിക്ക് പലതിനും സ്വാതന്ത്ര്യമില്ലാതെ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, ഞങ്ങളുടെ ജീവിതത്തിലും സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് എനിക്കിപ്പോൾ 57 വയസ്സ് പ്രായമുണ്ട്. എൻ്റെ ജീവിതത്തിലും സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടും സ്വതന്ത്രമായ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാതെ ആയിരുന്ന സമയങ്ങൾ മുൻകാലങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥമായ ഒരു സ്വാതന്ത്ര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാപിച്ചെടുത്തത് എനിക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗോണ്ട് ഏറ്റുപറയുകയും രക്ഷയ്ക്കായി എനിക്കൊരു സ്വാതന്ത്ര്യം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ തക്കവണയായി. വിളിച്ചു പറയാം, പലപ്പോഴും ഞാനും ഒരു തകത്തിലെ മദ്യപാനിയായിരുന്നു. കുടുംബത്തിലും വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടാത്തൊരു വ്യക്തിയായിരുന്നു. പലപ്പോഴും ആത്മഹത്യക്ക് വേണ്ടി ഈ മദ്യപാനം വഴി നടത്തിയപ്പോഴും ഞാൻ പലപ്പോഴും പൊട്ടിക്കറിഞ്ഞിട്ടുണ്ട്. ഈ മദ്യപാനത്തിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം എനിക്ക് ലഭിക്കണമെന്ന് ഞാൻ ചിന്തിക്കുവാൻ തക്കവണയായി. പറയാം, എന്റെ ജീവിതത്തിൽ മറ്റൊരു സ്ഥാനത്ത് നിന്ന് എനിക്ക് ഈ മദ്യപാനത്തിന് സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അസമാധാനപ്പെടുന്ന സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ആത്മഹത്യയിൽ ഒരുങ്ങിയിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം ലഭിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ സ്വാതന്ത്ര്യം ലഭിച്ചത് ബൈബിൾ പഠിക്കുന്ന പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ സാക്ഷാൽ നിങ്ങൾ സ്വതന്ത്രം. പല സ്ഥലങ്ങളിലും പള്ളികളിലും പല സ്ഥലങ്ങളിലും പോയി മദ്യപാനത്തിന് വേണ്ടി നേർച്ചകളും മറ്റുള്ളതൊക്കെ കാഴ്ചകളൊക്കെ ചെയ്തു 1-2 ദിവസങ്ങളിലേക്ക് അതിനൊരു മുക്തി നേടിയെന്ന് വന്നേക്കാം. പിന്നത്തെ വിരട്ടിയായി ആ മദ്യത്തിന്റെയും ആ മയക്കുമരുന്നിന്റെയും ഏത് വിഷയത്തിൽ നമ്മൾ സ്വാതന്ത്ര്യമല്ലായിരിക്കുന്നുവോ അതിൽ പിന്നെയും കുടുങ്ങിപ്പോകുന്ന അടിമലോകത്തിൽ കുടുങ്ങിപ്പോകുന്ന അനുഭവം നമുക്ക് കാണുവാൻ തക്കവണയാകും. വിളിച്ചു പറയാം, ഇന്ന് പകൽക്കാലം ഞങ്ങളെ ശ്രദ്ധിച്ചൊരു വിഷയമുണ്ട്. സ്തോത്രം. ഒരു സ്ഥലത്ത് ഞങ്ങൾ ദൈവവചനം ഇങ്ങനെ ശുശ്രൂഷിക്കാൻ തുടങ്ങിയപ്പോഴത്തേന് തന്നെ ഒരു വ്യക്തി ഇങ്ങനെ വന്ന് പറഞ്ഞു, യേശുവിനെ മാത്രം പ്രസംഗിക്കുക, ഞങ്ങൾ യേശുവിനെ മാത്രം പ്രസംഗിക്കുന്നത്. വിളിച്ചു പറയട്ടെ, യേശു ഇങ്ങനെ ഒരു വാക്ക് പറയാൻ തക്കവണയായി, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ നീ സ്നേഹിക്കണം. പ്രിയ സ്നേഹിത, ആ ഒരു സ്തോത്രം ചിന്തയാണ് ഇന്ന് പകൽക്കാലം ഈ മഴയും പ്രകൃതിയൊന്നും അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളും ഞങ്ങൾ ഇവിടെ വന്നത് കുഞ്ഞുങ്ങൾ സഹിതം ഞങ്ങൾ ഇവിടെ നിന്ന് ഈ സുവിശേഷം വിളിച്ചു പറയുന്നത്, ഞങ്ങളെ പോലെ, എന്റെ മോനെ പോലെ, എന്റെ സ്വന്തം സഹോദരങ്ങളെ പോലെ, എന്റെ രക്തബന്ധങ്ങളെ പോലെ സ്നേഹിക്കുന്നത് കൊണ്ട് ഇന്ന് പകൽക്കാലം ഈ സത്യ സുവിശേഷം വിളിച്ചു പറയുന്നത്, എന്റെ കുടുംബത്തിലെ നഷ്ടം നിങ്ങളുടെ നഷ്ടം എന്റെ കുടുംബത്തിലെ നഷ്ടമാണെന്ന് ചിന്തിച്ചത് കൊണ്ട് ഒരു കുഞ്ഞ് മദ്യത്തിന് അടിമയായാൽ എന്റെ തലമുറയെ നശിച്ചു പോകുന്നുള്ള ആത്മഭാരമുണ്ടായതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഈ ദൈവവചനം സംസാരിക്കാൻ തക്കവണയാകുന്നത്. വിളിച്ചു പറയാം, ഇതിന് മതമാറ്റത്തിന്റെ പ്രസംഗമല്ല. യേശു ഈ ഭൂമിയിൽ വന്നത് ഒരു മതം സ്ഥാപിക്കുവാനല്ല, യേശു മനുഷ്യനെ രക്ഷിക്കുവാൻ വന്നതാണ്. മഹാമിസ്തോത്രം പുരാണങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ശ്രീനാരായണ ഗുരു ഇങ്ങനെ പറയാൻ തക്കവണ, ഒരു മതം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഏത് മതമായാലും മനുഷ്യൻ നന്നായാൽ മതി. അത് മാത്രമേ ഉള്ളൂ സ്നേഹിത. ഞങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഏത് സ്ഥലത്ത് നിന്നോ പക്ഷേ നശിച്ചു പോകാതെ, ആത്മഹത്യ ചെയ്യാതെ, കുടുംബം തകരാതെ സന്തോഷത്തിൽ പോകണമെന്ന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. മതം ഒരുത്തരെ മാറ്റം വരുത്തുന്നില്ല. മതം ഒരുത്തരെ രക്ഷിക്കത്തില്ല. പക്ഷേ രക്ഷിക്കുന്ന ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ബൈബിൾ ഇങ്ങനെ പറയുന്നു, മറ്റൊരുത്തരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ വേറൊരു നാമമില്ല. രക്ഷയുടെ ഒരു മാർഗം യേശു ക്രിസ്തു മാത്രമാണ്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടി അല്ലാതെ ആരും സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല. ഇന്ന് പകൽക്കാലം വിളിച്ചു പറഞ്ഞതിന്റെ ഒരു ഏക ഉദ്ദേശമുണ്ട്. മനുഷ്യൻ 75 വയസ്സ് വരെ 80 വയസ്സ് വരെ ഈ ഭൂമി ജീവിക്കും. അത് കഴിഞ്ഞിട്ട് ഈ ലോകത്തിൽ നിന്ന് ഏത് വ്യക്തിയാണെങ്കിലും മരണത്തിൽ കൂടി ഈ ലോകത്തിൽ മാറ്റപ്പെടും. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ഒരു സ്വന്തം ജീവനുണ്ട്. ആ ജീവന്റെ നിത്യത നമ്മൾ കരസ്ഥമാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് വിളിച്ചു പറയുന്നത്, എന്റെ മോന്റെ ജീവന്റെ വില, എന്റെ സഹോദരങ്ങളുടെ ജീവന്റെ വില, എന്റെ രക്തബന്ധങ്ങളുടെ ജീവന്റെ വിലയ്ക്ക് തുല്യമായിട്ടാണ് ഇന്ന് പകൽക്കാലം ഈ ദേശവാസികളെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ ഈ സുവിശേഷം വിളിച്ചു പറയുന്നത്. ഒരിക്കൽ ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവ സകല മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു.
വിളിക്കുന്നു. വിളിച്ചു പറയാം, ആ ന്യായവിധിയിൽ നിന്ന് നിത്യത പ്രാപിപ്പാനാണ് ആമേൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ നിത്യതയുടെ വഴി, ആ സ്വാതന്ത്ര്യത്തിന്റെ വഴി യേശു ക്രിസ്തു മാത്രമാണ്. ബൈബിളിൽ ഇങ്ങനെ പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ ആ ദൈവത്തിൽ വിശ്വസിക്കാം. ഇന്ന് മരിച്ചാൽ നമുക്ക് നിത്യത പോകുവാൻ ആ വിശ്വത്തിൽ പ്രത്യാശയുള്ളവരായിരിക്കാം. ഈ വചനങ്ങൾ ശ്രദ്ധിച്ച ഈ ദേശ നിവാസികളെ ഒരിക്കൽ കൂടി അവയെ വന്ദനത്തെ നന്ദിയും ചെല്ലുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ലയോ? നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമില്ലയോ? നിങ്ങളുടെ ജീവിതത്തിൽ മദ്യപാനത്തിന് വിടുതൽ പ്രാപിക്കണമോ? ഒരു സ്വാതന്ത്ര്യം പ്രാപിക്കണമോ? ഞങ്ങളെ വിടുവിച്ച ഒരേ മാർഗമേ ഉള്ളൂ. ആ മാർഗമാണ് സത്യ യേശു ക്രിസ്തുവിന്റെ മാർഗം. ഇന്ന് പകൽക്കാലം അതിനായി നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ വചനം ശ്രദ്ധിച്ചവർക്ക് ഞങ്ങളുടെ വന്ദനത്തെ നന്ദി അറിയിക്കുന്നു. ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും സ്നേഹിത, ഏതൊക്കെ കടയിൽ പോയാലും എന്തെല്ലാം എല്ലാ സാധനവും വാങ്ങിക്കാൻ കിട്ടും. റബ്ബർ തോട്ടം വാങ്ങിക്കാൻ കിട്ടും, കാറ് വാങ്ങിക്കാൻ കിട്ടും, വീട് വാങ്ങിക്കാൻ കിട്ടും. എന്തിനു പറയുന്നത്, ഒരു ഭാര്യ പോയാൽ വേറൊരു ഭാര്യ ജന്മം കിട്ടുമെന്ന് വന്നേക്കാം. പക്ഷെ ജീവിതത്തിൽ കിട്ടാത്തൊരൊറ്റ വിഷയമേ ഉള്ളൂ, ജീവിതത്തിൽ സമാധാനമാണ്. എവിടെ തിരിഞ്ഞാലും ജീവിതത്തിൽ കിട്ടാത്തൊരു മാർഗം സമാധാനമാണ്. യേശു പറയുന്നു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. ലോകത്തിന് സമാധാനമല്ല, മദ്യത്തിനോ മയക്കുമരുന്നിനോ ഈ ലോകത്തിലെ സ്നേഹിതന്മാർക്കോ അതുപോലെ കഴിയാത്തൊരു സമാധാനം യേശു ഭൂമിയിൽ തന്നിട്ട് പോകുന്ന കൃപയായി അത് ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങളും ഈ സത്യ സുവിശേഷങ്ങൾ അറിയിക്കുന്നത്. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും സമാധാനമില്ലാതെ, ആരെങ്കിലും സന്തോഷമില്ലാതെ, ആരെങ്കിലും സ്വാതന്ത്ര്യമില്ലാതെ ആയിരിക്കുന്നുവെങ്കിൽ ആമേശ്വത്രം നിങ്ങളെ ആമേശ്വത്രം സത്യ മാർഗത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ആമിന് അടുത്തുള്ള സത്യാരാധനയിലേക്ക് കടന്നുപോയി വിടുതൽ പ്രാപിപ്പാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വന്ന് മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ച് ഈ സെഷൻ അവസാനിപ്പിക്കുന്നു. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചന കഥാവെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് 78 വർഷമായിട്ടും കഥാവെ പല മേഖലകളിൽ മനുഷ്യന് സ്വാതന്ത്ര്യവും ഇല്ലാതെ പലരും അടിമത്തത്തിലായിരിക്കുമ്പോൾ, പാപത്തിനടിമയായി, ശാപത്തിന് അടിമയായി, മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ട് ഭവനത്തിനും ദേശത്തിനും സമൂഹത്തിനുമൊക്കെ വളരെ വേദനാജനകമായ തലത്തിൽ ജീവിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം കർത്താവേ, അങ്ങനെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അതിൽ നിന്നൊരു വിടുതൽ, അതിൽ നിന്നൊരു മുക്തി കർത്താവേ യേശുവിലൂടെ സംഭവിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ദേശ നിവാസികൾ, സ്നേഹനിധികളായ സ്നേഹസമ്പൂർണരായ ഈ ദേശത്തിലെ പ്രിയപ്പെട്ടവർക്ക് കഥാവെ ആ സമാധാനം നൽകണമേ, രോഗസൗഖ്യം കൊടുക്കണമേ, കുടുംബത്തിന് സമാധാനവും സ്വസ്ഥതയും അനുഗ്രഹവും നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു കർത്താവിന്റെ അൻപുള്ള നാമത്തിൽ സ്തോത്രം.